ടെക്നീഷ്യൻസ്, ഇതൊരു സാംസങ്ങിൻ്റെ 21 CRTയുടെ ഫ്ലാറ്റിൻ്റെ ബോർഡാണ്. ഇത് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ കിട്ടിയതെന്ന് പറഞ്ഞാൽ LED ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ സെക്കൻഡറി V+ എന്ന് പറഞ്ഞാൽ ഒരു 130 വോൾട്ട് വരുന്നുണ്ട്. അത് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. LED ഇല്ല. പിന്നെ അതുപോലെ ഓസിലേഷൻ ഒന്നുമില്ല. ഈ സെക്കൻഡറിയിൽ നമ്മൾ നോക്കുമ്പം എച്ച് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. പിന്നെ എച്ച് അടുത്ത് വലതുടന്ന് 2 ഡിസ്ക് കപ്പ് 682 2kV ആ 2 ഡിസ്ക് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാറി. അതായിരുന്നു ഇതിൽ കിട്ടിയ കംപ്ലൈൻറ്റ്. പിന്നെ അതിന് മാറിയതിന് ശേഷം ഉള്ള കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ LED ഒന്നുമില്ല. 130 വോൾട്ടേജ് ഒന്നും നിൽക്കുമായിരുന്നു. പിന്നെ ഈ റെഗുലേറ്റർ ഒന്നും കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇവിടെയുള്ള ഈ റെസിസ്റ്റർ ഒന്നും പോയിട്ടില്ല. ഇതിൽ വരുന്ന കംപ്ലൈൻ്റ് എന്ന് പറയുമ്പം ഈ V+ ഡയോഡിൻ്റെ അടുത്തൊരു 120 kilo ohmsൻ്റെ റെസിസ്റ്റർ വരുന്നുണ്ട്. ആ റെസിസ്റ്റർ ഹൈ വാല്യൂ ആവും. ഒരു 130 132 ആ രീതിയിൽ റേഞ്ചിൽ ഹൈ വാല്യൂ ആകുമ്പം V+ കൂടും. V+ കൂടുമ്പം സെറ്റ് പ്രൊട്ടക്ഷനിൽ നിൽക്കും. അതാണ് ഈ മോഡലിൽ വരുന്ന കോമൺ കംപ്ലൈൻറ്റ്. ഈ റെസിസ്റ്റർ ആയിരുന്നു കംപ്ലൈൻറ്റ്. ഇത് ഹൈ വാല്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. പകരം ഈ റെസിസ്റ്റർ ഇടാൻ പോവാണ്. ഇട്ടതിന് ശേഷമുള്ള വീഡിയോ കാണിക്കാം. 20 kilo ohmsൻ്റെ റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 120 മുതൽ 125 വരെയൊക്കെ സാംസങ്ങിന് V+ വോൾട്ടേജ് ആവാം. എന്തായാലും ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിക്കാം. ഒരു LED കപ്പിൽ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്, ഓസിലേഷൻ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി. ഓണാക്കിയിട്ട് കാണാം. LED കത്തിയിട്ടുണ്ട്. 120 kilo ohms വോൾട്ടേജ് ഉണ്ട്. ഇത് ബോർഡിൻ്റെ മുകൾ വശമാണ്. ഇതിൽ 120 kilo ohms വരുന്ന ഭാഗമാണിത്. V+ ഡയോഡ് പിന്നെ അതുപോലെ സെക്കൻഡറി ഫിൽറ്ററിൻ്റെ അടുത്തായിട്ട് വരും. മറ്റേ ഈ ചോപ്പറൊക്കെ കഴിഞ്ഞിട്ട് വരും. പിന്നെ അതുപോലെ ഈ 682 2kVയുടെ 2 ഡിസ്ക് കോമൺ ആയിട്ട് കരിഞ്ഞു പോകാറുണ്ട് ഈ സാംസങ്ങിൻ്റെ മോഡൽ. ഇത് TDA 93814070 ആ സീരീസ് വരുന്നൊരു ബോർഡാണ്. നല്ല ക്ലാരിറ്റി ഒക്കെ ഉള്ളൊരു ബോർഡാണ്. പിന്നെ ഇത് ഈ LOT പ്രശ്നം അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ വർക്ക് ഇപ്പോൾ എടുത്തത്. കാരണം ഇപ്പോൾ വരുന്ന LOT ഒന്നും കൊള്ളത്തില്ല. ഇതുപോലെ പവർ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ സെക്കൻഡറി ആഡിയോ സെക്ഷനോ അല്ലെങ്കിൽ ഇതുപോലെ ഓസിലേഷനോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ മാത്രമേ ഇപ്പം എടുത്തിട്ട് കാര്യമുള്ളൂ. പുതിയ LOTയും സ്പെയറൊന്നും കൊള്ളത്തില്ല. ഇതിൽ കിടക്കുന്നത് 14A001 എന്ന് പറഞ്ഞ അല്ലെങ്കിൽ FCA 173 എന്ന് പറഞ്ഞ ഒറിജിനൽ LOT ആണ് ഇതിൽ കിടക്കുന്നത്. ഫസ്റ്റായിട്ടൊന്ന് ഓണാക്കി കാണിക്കാം. ഓസിലേഷൻ്റെ സൗണ്ട് ഉണ്ട്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.